എല്ലാവർക്കും ഉള്ള പോലെ തന്നെ എനിക്കും ഒരു അമ്മയുണ്ടായിരുന്നു. വ്യത്യാസം എനിക്ക് ആ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതാണ്. എനിക്ക് അതും കൂടിയില്ല. അച്ഛനും അമ്മയും ഒരു ഓർമ്മയെ പോലും കൂട്ടിനില്ല. അമ്മാവന്റെ സംരക്ഷണയിലാണ് വളർന്നത്. ഒടുവിൽ തറവാട് സ്വത്തിൽ എന്റെ ഷെയർ എന്നും പറഞ്ഞ് കണക്ക് പോലും വ്യക്തമാക്കാതെ അദ്ദേഹം തന്ന കാശ ആ 2 ലക്ഷം. എന്ന് വെച്ചാൽ ജീവിതം തുടങ്ങാൻ എന്റെ കയ്യിൽ ആകെയുള്ള ക്യാപിറ്റൽ. നീ ഭാഗ്യവാൻ. എന്റെ കയ്യിൽ 4 മുക്കാലുണ്ടായിരുന്നില്ല. നീ പറഞ്ഞതുപോലെ ജീവിതം തുടങ്ങാൻ മൂലധനമായിട്ട്. പണം ഞാൻ ഉണ്ടാക്കി. ഒരു കാലത്ത് പണം പല വഴിക്കും ഞാൻ അറിയാതെ എന്റെ കയ്യിൽ വന്നു. അതിനുവേണ്ടി ഞാൻ അലഞ്ഞ കാലത്തെല്ലാം ആ പാവം അമ്മ ഒറ്റയ്ക്കായിരുന്നു. ആ ഓർമ്മ തിരിച്ചു വന്നപ്പോഴേക്കും അവർ ഈ ലോകം വിട്ടുപോയി കഴിഞ്ഞു. കുറ്റബോധമോ പ്രായശ്ചിത്തമോ അതാണ് ഒറ്റപ്പെട്ടുപോയ അമ്മമാർക്കായി കരുണാലയം എന്നൊരു വീട് തുറക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. തുടക്കത്തിൽ പണം വാങ്ങാതെ എത്ര പേരെയാണ് ഞാൻ അവിടെ പാർപ്പിച്ചിരുന്നതെന്ന് നിനക്കറിയോ? പിന്നെ ആരുടെ ശാപം കൊണ്ടാ നിങ്ങൾ ഈ വെളുക്കാനുള്ള ക്രീം തേപ്പിച്ച് ഇങ്ങനെ വെളുത്തുപോയത്? അത് വിധി. പക്ഷെ എന്റെ ജന്മം കോഞ്ഞാട്ടെ അവൻ എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? നിങ്ങൾ എന്റെ അച്ഛനല്ല, അളിയനല്ല. എന്നാലും ഞാനൊരു മലയാളി അല്ലടാ. മലയാളികളെ ഉദ്ധരിക്കാൻ ഞാനാരാ? ശരി, ഞാൻ വേറൊന്ന് ചോദിക്കട്ടെ. നീ ആ 2 ലക്ഷം ഉലുവിയും വാങ്ങിച്ചിട്ട് ഇവിടുന്ന് പോയിട്ട് എങ്ങോട്ടാ? ടാറ്റയോ ബിർളയോ നിനക്ക് വല്ല പണി ശരിയാക്കി തരാൻ ഏറ്റിട്ടുണ്ടാ? നീ ആ കാശ് കിട്ടിയാൽ 4 നാൾ കൊണ്ട് അത് പൊട്ടിക്കും. നിന്റെ പ്രായം കുഴപ്പ, നിന്റെ ഷേപ്പും. വല്ല പെമ്പിള്ളേരും ആ കാശ് തിന്നും മോനെ. നിങ്ങൾ എന്തിനാ എന്റെ കാര്യത്തിൽ ഇങ്ങനെ കൺസേൺ ആവുന്നത്? കാശ് എന്നിട്ട് ആളെ വിട്. ഞാൻ ചിലപ്പോ ആ കാശിന്ന് കുറച്ച് കാശ് എടുത്ത് കപ്പലണ്ടി വാങ്ങി ബാക്കി കാശ് പോയി ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കും. നീ കൊള്ളാടാ. നിന്നെ ഞാൻ വിടുന്നില്ല. ഫാർമസ്യൂട്ടിക്കൽ നീ ജോയിൻ ചെയ്യണ്ട. പകരം കരുണാലയത്തിൽ മാനേജർ പോസ്റ്റിൽ ഇങ്ങനെ ഇരിക്കും. എന്താ ഇങ്ങനെ? ആ എടാ മോനെ, ഒരു താൽക്കാലിക ഏർപ്പാട്. അപ്പോഴേക്ക് മേറാടി സാറിന്റെ പ്രശ്നങ്ങളൊക്കെ തീരും. എന്തു പറയണു? അവിടെ എന്ത് പണി? വെറുതെ എങ്ങനെ ഇരിക്ക. കടൽ തീര, കാറ്റുകൊള്ളുക. മാസം ഞാൻ ശമ്പളം തരും, അത് വാങ്ങി അങ്ങോട്ട് തൊലയ്ക്ക. അങ്ങനെ ചില പരിപാടികൾ. മൊത്തത്തിൽ അങ്ങോട്ട് സുഖാവുക. വലിയ ചിന്തയൊന്നും വേണ്ട, അങ്ങോട്ട് ഉറപ്പിക്ക. അധിക കാലം അവിടെ നിൽക്കേണ്ടി വരില്ല നിനക്ക്. നിന്റെയും കൂടി ഒരു ഉത്സാഹത്തില് ആ ആലയെ എളുപ്പം അങ്ങോട്ട് പൂട്ടണം. പൂട്ടിയാൽ അടുത്ത ദിവസം സ്ഥലം രജിസ്റ്റർ ചെയ്ത് വാങ്ങുവാൻ ബിൽഡേഴ്സ് ഇന്ത്യക്കാർ റെഡിയാണ്. അത് പൂട്ടിക്കാൻ നീ കാണിക്കുന്ന ശുഷ്കാന്തിക്ക് ഞാൻ 1 ലക്ഷം രൂപ അഡീഷണൽ തരും. അതത്ര എളുപ്പമാണോ? ഇത്രയും സ്ത്രീകളെ അവിടെ നിറക്കാന്ന് പറഞ്ഞ? ചന്ദ്രനിൽ പോവാന്ന് പറഞ്ഞാൽ അത് വലിയ ഈസിയാ. ആംസ്ട്രോങ്ങും ടീമും ഒരു കോണി എടുത്തു വെച്ചിട്ടാ കേറിപ്പോയത്. അല്ല, അതിന് ബുദ്ധി വേണം, ശക്തി വേണം. ഞാനൊരു മുഖസ്തുതി പറയട്ടെ. നിനക്കത് രണ്ടുണ്ട്. അർണോസ് വിചാരിച്ചിട്ട് നടക്കാത്തത് നിനക്ക് കഴിയും. ഐ ആം കോൺഫിഡന്റ്. ഞാനൊന്ന് ശ്രമിക്കാം. ഞാൻ ഡോക്ടർ മോഹൻ. ആ, അർണോസ് പറഞ്ഞിട്ട് പോയിരുന്നു. നിങ്ങളുടെ ആരാ? അമ്മ. എന്റെ അമ്മയാണ്. ഓ, എവിടെ? വിളിച്ചോ? മുറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. നിവൃത്തിയില്ലാത്ത ഒരു സിറ്റുവേഷൻ വന്നു. ഞാനൊരു മോന. ഓവോ. എനിക്ക് കൂടെ നിർത്താൻ വയ്യാത്തൊരു... നിങ്ങളിവിടെ കുറെ പേരുണ്ടല്ലേ? ആ, മക്കൾ ഉപേക്ഷിച്ചും ഭർത്താവ് ഉപേക്ഷിച്ചും ദൈവം ഉപേക്ഷിച്ചും ഒറ്റപ്പെട്ടു പോയ മഹാഭാഗ്യവതികൾ 10-30 കാണും. ഞാനെന്ന അമ്മയെ
எங்க இருந்து? ആ മകനാ കൊണ്ടുവന്നേ. ഡോക്ടർ അയാള്. ഇങ്ങനെ രാത്രി കൊണ്ടുവന്ന് നടതള്ളാൻ മാത്രം എന്ത് തെറ്റ് ചെയ്താവോ? ജന്മം കൊടുത്തു. ആദ്യം സ്വന്തം ചോരയിലൂടെ ഊട്ടി, പിന്നെ ഉരുള ഉരുട്ടി മാമം കൊടുത്തു. അങ്ങനെ കാക്കയ്ക്കും പട്ടിക്കും കൊടുക്കാതെ വളർത്തി വലുതാക്കിയില്ലേ? അതെ, അതിന്റെ കൂലിയാ. ഞാൻ കുറേ ദൂരം ഡ്രൈവ് ചെയ്യാനുണ്ട്. ഞാൻ ഇടയ്ക്ക് വരും. ഒന്ന് ശ്രദ്ധിക്കണേ. 6 മാസത്തെ പേയ്മെന്റ് ഞാൻ അഡ്വാൻസ് അടച്ചിട്ടുണ്ട്. വേണ്ടായിരുന്നു. പ്രായമുള്ളവരുടെ കാര്യമല്ലേ, ചിലപ്പോ അത്രയൊന്നും ആയുസില്ലെങ്കിലോ. അല്ലെങ്കിൽ ഇതുപോലൊരു യോഗം ഉണ്ടായല്ലോ എന്നോർത്ത് നെഞ്ചുരുകി കരഞ്ഞു തീർന്നു പോകും ചിലപ്പോ. അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് റീഫണ്ട് കിട്ടില്ല. യാത്രാക്ഷീണം കാണും. വന്ന് കിടക്ക്. ഉവ്വ്, ഒന്ന് കിടക്കണം. അവൻ പോയില്ലേ? ഉവ്വ്. തലയ്ക്കകത്തൊരു മുഴക്കം. വാഹനത്തിന്റെ ശബ്ദമൊന്നും കേട്ടില്ല. ഒരു ശബ്ദവും കേൾക്കണില്ല. എന്താ പ്രശ്നം? അമ്മയും മോനും വഴക്കാക്കുമോ? അമ്മയ്ക്ക് മക്കളോട് വഴക്കടിക്കാൻ പറ്റുമോ? അതും ഒരേ ഒരു മോനോട്. പാവം കുട്ടി നല്ല മിടുക്കനായിട്ട് പഠിക്കുകയായിരുന്നു. ഡോക്ടർ ഭാഗത്തിന് ചേർക്കണവരെ എന്നെ കൊണ്ട് കൂട്ടിയാ കൂടിയുള്ളൂ. പിന്നെ വിൽക്കേണ്ടി വന്നു. വലിയ വീട്ടിലെ ആൾക്കാര് മകൾക്കൊരു ഭർത്താവിനെ കണ്ടു അവനില്. അവരുടെ ചെലവിലായിരുന്നു പിന്നെ പഠിത്തവും ജീവിതവും, ഇപ്പൊ ഉദ്യോഗവും. ഇപ്പൊ അവര് പറഞ്ഞു അമ്മയെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയാൻ. അവന് സ്നേഹമുള്ളതുകൊണ്ട് വഴിയിലറിഞ്ഞില്ല, ഇവിടെ എത്തിച്ചു. ഏതാ ഈ സ്ഥലം? ആരാ നിങ്ങളൊക്കെ? അറിയില്ല. കൂടപ്പിറപ്പുകളാ. ഇത് നമ്മുടെ വീട്.